അപ്പോൾ മക്കളെ, കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. നോർമൽ അനദർ പീസ് ഓഫ് ഡ്രാമ ആയിട്ട് മാറുകയാണ്. കാരണം ഇതിൻ്റെ മെയിൻ മാഫിയ തലവനിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. ഇപ്പോൾ ടീച്ചർമാർ അപ്പുറം ഇപ്പുറവും, കാവ്യ പറയുന്നു കീർത്തനയാണ് എൻ്റെ ബോസെന്ന്, കീർത്തന പറയുന്നു കാവ്യയാണ് എനിക്ക് പിന്നെ ഇതിൻ്റെ നമ്പേഴ്സും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നതെന്ന്. പിന്നെ മൂന്നാമത് വിളിച്ച നിഷിമ, ഇവർ രണ്ടുപേരുമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ആ ഡെലിവറി ബോയ് ആയ ജോയൽ പയ്യൻ പറയുന്നത് ഇതിൽ ഒരു കീർത്തനയാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും പൈസയൊക്കെ അയച്ചു തരുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പോലീസാണെങ്കിൽ പുതിയൊരു കഥ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം പിടിച്ച ഷിൻഡോ, രണ്ടുപേരെ പിടിച്ചിരുന്നു. ഷിൻഡോ വേറൊരാളുണ്ട്. ഈ ഷിൻഡോയാണ് ഇപ്പോൾ ഈ ഗ്യാങ്ങിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ ചവിട്ടുന്നത് പോലെ ചവിട്ടി കളിച്ചുകൊണ്ട് ആർക്കും എവിടെയും ഒരു പ്രത്യേക പദവി കൊടുക്കാതെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് മാത്രം ഈ സംഭവം ഏകദേശം നോർമൽ ബാക്കിയുള്ള കേസുകൾ പോലെ, ഇതിനു മുമ്പേ നമ്മൾ കണ്ടിട്ടുള്ള തൂഫാന്റെ കേസ് പോലെ, MDMA കേസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവരാണ് പ്രതി അവരാണ് പ്രതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി മാറ്റിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തത്. ഇനിയിപ്പോൾ പോലീസ് ഇവരെ ഒറ്റക്ക് എല്ലാവരും ഒപ്പരം ഇരുത്തിക്കൊണ്ട് റിവേഴ്സ് ക്വസ്റ്റ്യനിങ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഏകദേശം സെറ്റിൽഡ് ആയി എന്നുള്ളതിൻ്റെ 2-3 ലിങ്കുകളും വാർത്തകളുമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് മുഖ്യ സൂത്രധാരൻ ഷിൻഡോ ഷിബു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇല്ലാണ്ടാക്കാൻ പോകുന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണിത്. കാരണം ഇന്നലെ വരെയുള്ള നമുക്ക് റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കീർത്തന പലതവണ ദുബായിലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നൈജീരിയൻ ഡ്രഗ് കാർട്ടിൽ, മെക്സിക്കൻ ഡ്രഗ് കാർട്ടിലൊക്കെ ഇന്ത്യയിൽ പല ഭാഗത്തും ഓഫീസ് ഉള്ളതുപോലെ തന്നെ, പല പേരുകളിൽ അവരുടെ പ്രവർത്തനം നടക്കുന്നത് പോലെ തന്നെ ഇതും ഒരു ഇൻ്റർനാഷണൽ ലിങ്കുള്ള, അല്ലെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് പിന്നെ സാധനം ഇവിടെ എത്തുന്നതിനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഈ കേസ്. പക്ഷേ ഈ കേസ് ഇപ്പോൾ ഒരുത്തരെ സഫ്വാൻ എന്ന് പറഞ്ഞ ഒരുത്തരെ പിടിച്ചു. അവനക്ക് സപ്ലൈ അവന് പണം എത്തിച്ചെടുത്തത് പിന്നെ ടീച്ചർമാരാന്ന് പറയുന്നു. ടീച്ചർമാരെ പിടിക്കുന്നു. അങ്ങനെ അവിടെ ടീച്ചർമാരെ പിടിച്ചതിൽ കൂടി ഒരു 3 ടീച്ചർമാരെ പിടിച്ചപ്പോൾ തന്നെ ഒന്ന് രാഷ്ട്രീയമായി ഇളകി. പിന്നെ ഈ കേസിൻ്റെ വഴി തിരിച്ചു വിടുകയാണ്. CPM ആണ്, അല്ലെങ്കിൽ ഒരു മേജർ പാർട്ടിയാണ് ഇവരെയൊക്കെ നിയമിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസിനെ രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുപോകുന്നതിന് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ ബാക്കിലുള്ള സോ സ്ട്രോങ് ആയിട്ടുള്ള ആളെ സംരക്ഷിക്കാനുള്ള കരുക്കൾ നീക്കി തുടങ്ങി. നമുക്ക് ജസ്റ്റ് പോലീസിൻ്റെ ഇപ്പം ന്യൂ വെർഷൻ ഓഫ് സ്റ്റോറി നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. എന്താണ് ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ വാർത്ത മാത്രം ഒന്ന് കേട്ടാൽ മതി. കേസിൽ മുഖ്യ സൂത്രധാരൻ ഷിൻഡോ ഷിബു എന്ന അധ്യാപകർ പിടിയിലായ വടകര MDMA കേസിൽ മുഖ്യ സൂത്രധാരൻ ഷിൻഡോ ഷിബു എന്ന് കണ്ടെത്തൽ. നിരവധി ലഹരി കേസുകളിൽ പ്രതിയായ ഷിൻഡോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. വാട്സ്ആപ്പ് ചാറ്റുകളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള, നിരവധി തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടിട്ടുള്ള വയനാട് സ്വദേശിയായ ഷിൻഡോ ആണ് ഈ കേസുകൾക്കെല്ലാം തന്നെ പ്രധാന കണ്ണി എന്നുള്ളതാണ് അന്വേഷണത്തിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് ഈ 22 വയസ്സുകാരൻ. ഇയാളാണ് കണ്ണൂർ, അതായത് 22 വയസ്സ് മാത്രമുള്ള ഷിൻഡോ എന്ന് പറയുന്ന വയനാട്ടിലുള്ള 2-3 MDMA കേസുമായി ബന്ധമുള്ള ഇവനെ അങ്ങ് ഹെഡാക്കിയിരിക്കുകയാണ്. ഇവനാണ് ഈ ടീച്ചർമാർക്ക്, ഈ 3-4 ടീച്ചർമാരെയും ഈ ഡെലിവറി സിസ്റ്റത്തെയും ഈ പറഞ്ഞ സോക്കോൾഡ് നെറ്റ്വർക്കിനൊക്കെ കൺട്രോൾ ചെയ്ത വൻ കുറ്റവാളി, അല്ലെങ്കിൽ വൻ ഇതിൻ്റെ ഹെഡാക്കി. ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഷിൻഡോനെ സമ്മതിച്ചു, പോലീസ് പറയുന്നത് പോലെ ഷിൻഡോനെ മേലോട്ടൊക്കൊന്നും പോകണ്ട. ഷിൻഡോനെ എവിടുന്ന സാധനം കിട്ടിയത്? ഷിൻഡോ വീട്ടിൽ കുക്കിംഗ് ഉണ്ടാ? ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ ഇത്രയും പ്രൊസീജിയറിൽ ലാബുകളിൽ ഉണ്ടാക്കുന്ന മെത്താഫിറ്റമിൻ പോലെയുള്ള ഈ പറഞ്ഞ MDMA എന്ന് പറയുന്ന ക്രിസ്റ്റൽ മെത്തൊക്കെ ഷിൻഡോ അവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണോ? അതും കൂടി പറയണ്ടേ. ഷിൻഡോ ആണ് മുഖ്യപ്രതി, ഷിൻഡോ ആണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈകഴുകി മറ്റാരെയും രക്ഷിക്കാനുള്ള തത്രപ്പാട് എന്തിനാണെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ടീച്ചർമാരെ പിടിച്ചു,
സപ്ലൈ ചെയ്യുന്ന ആളെ പിടിച്ചു. അപ്പൊ ഇവർക്ക് ആരാണ് ഇത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഈ പണം ഇവർ ആർക്കാണ് ഈ പണം എത്തിച്ചേർക്കുന്നത്? ഷിൻഡോന് മാത്രമാണോ? ടീച്ചർ ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു 10,000 രൂപ ഒരു ടീച്ചർ അക്കൗണ്ടിലേക്ക് ഇട്ടു, കാവ്യയുടെ കീർത്തന അക്കൗണ്ടിലേക്ക് ഇട്ടു. അപ്പോൾ കീർത്തന കാവ്യ അവർക്ക് സാധനം കൊടുക്കുമ്പോൾ ഇവരെങ്ങനെ ഇവരെ ഷിൻഡോനെ ഫണ്ട് ചെയ്തു? ഷിൻഡോൻ എങ്ങനെ പേ ചെയ്തു? അല്ലെങ്കിൽ ഷിൻഡോ എവിടുന്ന് ഈ സാധനം കൊണ്ടുവന്നു? അതാണ് ക്വസ്റ്റ്യൻ. കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാപകമായി ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇപ്പോൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നത്. ആദ്യം നമ്മളൊക്കെ കരുതിയിരുന്നത് സഫ്വാനിലേക്ക് അന്വേഷണം വരുന്നു, സഫ്വാന ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് അന്ന് പിടികൂടിയിരുന്നത്. പിന്നീട് ഈ സഫ്വാന്റെ പിന്തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈ അധ്യാപകരിലേക്കൊക്കെ എത്തിയിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ 2 അറസ്റ്റാണ് യഥാർത്ഥത്തിൽ നിർണായകമായത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് 2 അറസ്റ്റാണ്. ഒന്ന്, കഴിഞ്ഞ മാസം 28-ാം തീയതി കോഴിക്കോട് തന്നെ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വടകര അറസ്റ്റുള്ള സഫ്വാന്റെ അറസ്റ്റ്. അതിന് തൊട്ടു പിന്നാലെ ഈ മാസം 2-ാം തീയതിയാണ് കണ്ണൂരിൽ വെച്ച് ഈ ഷിൻഡോയും ഒപ്പം തന്നെ ഒരു സുഹൃത്ത് തൃശൂർ സ്വദേശിനിയായ മരിയ റാണി, ഇവർ 2 പേർ പിടിയിലാവുന്നത്. ഇവരിൽ നിന്നും 23.779 ഗ്രാം മെത്താഫിറ്റാമിനും 64 ഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തൂഫാന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ തൂഫാനുമായി ബന്ധപ്പെട്ട നിർദ്ദേശപ്രകാരം ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും അതോടൊപ്പം തന്നെ മറ്റു വിശദാംശങ്ങളും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ കസ്റ്റഡിയിലായ, അതായത് 28-ാം തീയതി അറസ്റ്റിലായ സഫ്വാനും അതോടൊപ്പം തന്നെ ഈ ഷിൻഡോയും തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ആദ്യം വിവരം ലഭിക്കുന്നത്. പിന്നീട് വിശദമായ ഒരു പരിശോധനയിലാണ് PRCയിലെ 3 അധ്യാപകർക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം കീർത്തനയുടെ സാറ് ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശരി, മാസാവസാനം ഫസ്റ്റ് തന്നെ സഫ്വാനെ അറസ്റ്റ് ചെയ്തു, ഷിൻഡോയെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, സഫ്വാൻ ഷിൻഡോയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട്. ശരി, സമ്മതിച്ചു. സഫ്വാനും ടീച്ചറുമായി സാമ്പത്തിക ഇടപാടുണ്ട്. ശരി, സമ്മതിച്ചു. ഷിൻഡോയും ഈ ടീച്ചറുമായും സാമ്പത്തിക ഇടപാടുണ്ട്. ശരി, സമ്മതിച്ചു. അപ്പോൾ ഇതൊരു സർക്കിൾ മാത്രമല്ലേ ആവുന്നുള്ളൂ. മനസ്സിലായോ? ടീച്ചർമാർ, സഫ്വാൻ എന്ന് പറയുന്നൊരു പയ്യനെ പിടിക്കുന്നു MDMA ആയതുകൊണ്ട്. ആ പയ്യന്റെ സാമ്പത്തിക ഇടപാട് ചെക്ക് ചെയ്തപ്പോൾ ടീച്ചറുമായി ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചർ ആണ് ഇതിൽ സപ്ലൈ ചെയ്തത്. ശരി. സഫ്വാനും ഷിൻഡോയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ട്. ശരി, സാമ്പത്തിക ഇടപാടുണ്ട്. അപ്പോൾ അവരും ഈ ലിങ്ക്, ഇതൊരു നെറ്റ്വർക്കാണ്. ഇതിന്റെ മുന്നേ പാപ്പിനിശ്ശേരിയിൽ നിന്ന് പിടിച്ച ഒരു പെൺകുട്ടിക്കും അവളുടെ കാമുകനും വേറെ ഉണ്ട്, അവർക്കും ഇതുമായിട്ട് ഇടപാട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെയൊന്നും ഇങ്ങനെ വന്നിട്ട് മൂക്കൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും കോടതിയിൽ നിലനിൽക്കൂല. ഇവർ ഈ പറയുന്ന, ഈ പോലീസ് പറയുന്ന, മാധ്യമങ്ങൾ പറയുന്ന ഇതൊന്നും കോടതിയിൽ നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ടീച്ചർമാരുടെ അക്കൗണ്ടിൽ 3 മാസത്തിനുള്ളിൽ, 6 മാസത്തെ ട്രാൻസാക്ഷനിൽ 1 കോടിയോളം രൂപ വന്നു ഈ ഡ്രഗ്സ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 1 കോടി രൂപ വരണമെങ്കിൽ ഒരു പാക്കറ്റിന് 1 ഗ്രാമിന് 2000 രൂപയുള്ള ഈ പറഞ്ഞ ഡ്രഗ് ഒരാൾ മേടിക്കുമ്പോൾ 2000 രൂപ. 1 കോടി ആകണമെങ്കിൽ 5000 കസ്റ്റമേഴ്സ് വന്നാലാണ് ഈ 2000 1 കോടി ആകുന്നത്. അപ്പൊ 5000 ആൾക്കാരെയും പോലീസ് പോയിട്ട് ഈ കേസിൽ പിടിക്കുമോ? പിടിച്ചു തന്നെ ഇരിക്കട്ടെ, അവരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ട് അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്ന എൻഡ് യൂസേഴ്സിനെ, കസ്റ്റമേഴ്സിനെ പിടിച്ച് കേസെടുത്ത് ജയിലിലിടുന്നതാണോ? വളരെ വളരെ കൗതുകരമായിട്ടാണ് കേസിന്റെ ഇപ്പോഴത്തെ ടേണിംഗ് പോയിന്റ്. ഫസ്റ്റ് ഒക്കെ പറഞ്ഞിരുന്നത്, ആഭ്യന്തരമന്ത്രി പോലീസിനെ ഫുൾ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, എല്ലാവരും പിടിക്കാൻ പോവുകയാണ്, എല്ലാവരും തൂക്കാൻ പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: സഫ്വാനെ പിടിച്ചു, ഓക്കെ, ഷിൻഡോയെ പിടിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഈ ടീച്ചേഴ്സിനെ പിടിക്കുന്നത്. ശരി, സഫ്വാനും ഷിൻഡോയും ടീച്ചേഴ്സും മാത്രമാണോ ഇതിലെ കണ്ണികൾ? ഇത് കുറച്ച് യൂസേഴ്സ് അല്ലേ? ഇവര് കുറച്ച് ലഹരിക്ക് അടിമയായ എഡിക്ട്സ് മാത്രമല്ലേ ഇവന്മാര്? ഒറിജിനൽ ഇതിന്റെ വേരെവിടെ? ഇവര് ഉപയോഗിച്ചതും ഇവര് സപ്ലൈ ചെയ്തതും ഇവര് കച്ചവടം ചെയ്തതുമായ ഈ MDMA അല്ലെങ്കിൽ ഈ ഡ്രഗ് ഏത് പോർട്ട് വഴിയാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്? ഗുജറാത്ത് വഴിയാണോ? കൊച്ചിയിലെ വീനം തുറമുഖം വഴിയാണോ? കോഴിക്കോട് കപ്പലിൽ നിന്ന് ഉരുവിൽ കെട്ടി വന്നിട്ട് തീരത്തേക്ക് കൊണ്ടുവന്നാണോ?
കൊച്ചിയിൽ പല ഷിപ്പിലും വന്നിട്ട് കണ്ടെയ്നർ, ഒരു വലിയ കണ്ടെയ്നർ മൊത്തം ഈ സാധനം വന്നിട്ട് പല ബോക്സുകളിലുമായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യാനോ? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ വീഴ്ചയല്ലേ? നമ്മുടെ പോർട്ടുകൾ സ്വകാര്യവൽക്കരിച്ചു. ആ പോർട്ടിൽ വരുന്ന കപ്പലുകളിൽ, കണ്ടെയ്നറുകളിൽ എന്താണെന്ന് അറിയാനുള്ള സൗകര്യം ഗവൺമെന്റിന് ഇല്ല. പോർട്ടിൽ മനുഷ്യക്കടത്ത് ഒരു ഭാഗത്ത് നടക്കുന്നു, കണ്ടെയ്നർ കണക്കിന് ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്നു, വന്നിറക്കുന്നു. കണ്ടെയ്നർ കണക്കിന് ഡ്രഗ്സ് കൊച്ചിയിൽ വന്നിറങ്ങുന്നു എന്ന് ഒരാൾ ആരോപിച്ചു കഴിഞ്ഞാൽ അതിന് എല്ല എന്ന് പറയാൻ പോർട്ടിൽ എന്ത് സുതാര്യതയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്? ഇപ്പറത്തെ തൂഫാൻ, ഞാൻ ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. കൊച്ചിയിലുള്ള അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു പോർട്ടിൽ, ഓക്കെ, ഒരു ഷിപ്പിൽ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ 10 കണ്ടെയ്നർ നിറയെ ഡ്രഗ്സ് ഉണ്ടെന്ന് ഒരാൾ ആരോപിക്കുന്നു. ഈ ആരോപിക്കുന്ന സമയത്തല്ലാതെ ആരോപിച്ചു കഴിഞ്ഞ് പോലീസോ അല്ലെങ്കിൽ കസ്റ്റംസോ അതിൻ്റെ പേപ്പറുകൾ, ഇൻഡാസുകൾ, കടലാസുകൾ ഉണ്ടാക്കിയതിന് ശേഷം, പെർമിഷൻ എടുത്തതിന് ശേഷമല്ലാതെ ഈ പോർട്ടിലേക്ക് പോയിക്കൊണ്ട് ഈ കപ്പലിൽ പരിശോധിക്കാനുള്ള എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സംഭവമുണ്ടോ? നമ്മളൊന്നും ഇതിൻ്റെ എക്സ്പേർട്സ് ഒന്നുമല്ല, എന്നാലും നമ്മുടെ ഒരു കോമൺ മെൻ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ രീതി? സാധാരണഗതിയിൽ ഓരോ കണ്ടെയ്നറിലുമുള്ള ഐറ്റംസ് അത് മെഡിക്കൽ പർപ്പസിനായാൽ പോലും, ഇതോട് സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, ഷാറൂഖ് ഖാന്റെ മകനെ 3 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ ഒരു പ്രമുഖ കമ്പനിയുടെ ഷിപ്മെന്റിൽ 10 ടണ്ണോളം വരുന്ന MDMA പിടിച്ചിരുന്നു, പോലീസ് പിടിച്ചിരുന്നു. അത് അവർ പറഞ്ഞ പോലെ കപ്പലിൽ നിന്ന് ചെറിയ ചെറിയ ബോട്ടുകളിലേക്ക് ആക്കുമ്പോഴാണ് പിടിച്ചത്. അപ്പം അന്ന് ആ കമ്പനി കൊടുത്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പർപ്പസ്. പക്ഷെ ആരും അറിയിക്കാണ്ട്, പോർട്ടിൽ ഇറക്കാണ്ട്, ഇവർ കടലിൽ വെച്ച് തന്നെ സപ്ലൈ ആക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള സപ്ലൈ വഴി നമ്മുടെ കേരളത്തിൽ സാധനം എത്തുന്നില്ലേ? മറൈൻ പെട്രോളിംഗ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ സുരക്ഷയുടെ ചോദ്യങ്ങളാണ്. നമ്മുടെ കടലുകളിൽ നടക്കുന്ന മറൈൻ പെട്രോളിംഗ് എത്രത്തോളം എഫക്റ്റീവാണ്? അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഗാർഡ്, നമ്മുടെ കസ്റ്റംസ് വിങ്ങുകൾ വെറും സ്വർണം പിടിക്കാൻ മാത്രമുള്ളതാണോ? 10 ഗ്രാമും 20 ഗ്രാമും 100 ഗ്രാമും 1 കിലോവും സ്വർണം ടിവിക്കുള്ളിലും ഫ്രിഡ്ജിനുള്ളിലും ആക്കിയിട്ടും ഇസ്തിരിപ്പെട്ടിക്കുള്ളിലാക്കിയിട്ടും മനുഷ്യന്റെ പല സ്ഥലങ്ങളിലും കയറ്റി വെച്ച് കൊണ്ടുവരുന്നത് പിടിക്കൽ മാത്രമാണോ നമ്മുടെ നാട്ടിലെ കസ്റ്റംസിന്റെ ജോലി? അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കപ്പല്, നമ്മുടെ വിമാനമാർഗം വരുന്ന സ്വർണം പിടിക്കൽ മാത്രമാണോ നമ്മുടെ നാട്ടിലെ മെയിൻ ജോലി? ഈ കപ്പലുകൾ വഴി വരുന്ന തുറമുഖങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. സോക്കോൾഡ് ഓരോ ആൾക്ക് ABCD കൊടുത്തിരിക്കുകയാണ്. ഈ പോർട്ടുകളിലല്ലേ, ഈ പോർട്ടുകൾ സ്വകാര്യവൽക്കരിച്ചതിന് ശേഷമല്ലേ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും ലഹരിയുടെ കുത്തൊഴുക്ക് വന്നത് എന്ന് ഒരു സാധാരണക്കാരൻ ആരോപിച്ചാൽ ഗവൺമെന്റിന്റെ കയ്യിൽ എന്ത് മറുപടിയാണുള്ളത്? ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തെ ചോദ്യം ചെയ്യലാണ്. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മുതലാളിമാരും ചില രാഷ്ട്രീയക്കാർക്കും ഒക്കെ ഇതിൽ വലിയ പങ്കുണ്ടെന്ന് മാത്രമല്ല, ഈ കേസ്, ഈ ടീച്ചർ ഡ്രഗ്സ് കേസ്, MDMA കേസിന്റെ അന്വേഷണം എത്തിപ്പെടാൻ പോകുന്നത് അങ്ങനെ ഒരു ലെവലിലേക്കാണ്. എന്തായാലും നമുക്ക് ഈ വാർത്ത ഒന്നുകൂടി കേട്ട് നോക്കാം, അതിന്റെ ബാക്കി വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം കീർത്തനയുടെ ഫോൺ പരിശോധിക്കുന്നു. ആ കീർത്തനയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ കൃത്യമായി ഈ ഷിൻഡോയുമായി നിരന്തരം വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയതായും പണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തതായുമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് മറ്റ് പ്രതികളിലേക്ക് കൂടി എത്തുന്നത്. നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ അറസ്റ്റിലായ 5 പേരുമായും ഈ നിലവിൽ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത ഷിൻഡോയുമായി പണമിടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 5 പേരും പണം അയച്ചിരിക്കുന്നത് ഷിൻഡോയ്ക്കാണ്. അതും വലിയ തുക തന്നെ ഈ ഷിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇയാളാണ് യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ ലഹരി കോഴിക്കോടും വയനാടും കണ്ണൂരും ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ചില്ലറ വിൽപ്പനക്കാരിലേക്ക് പിന്നീട് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഷിൻഡോയുടെ അറസ്റ്റ് എന്നുള്ളത്. നിലവിൽ എക്സൈസിന്റെ കസ്റ്റഡിയിലാണ് ഷിൻഡോയുള്ളത്. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട
അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി ചോദിക്കണമെന്നില്ല സനീഷേ, കേട്ടാ. മാധ്യമ പ്രവർത്തക മാപ്രായ ഇവർക്കൊക്കെ ഒരു വ്യഗ്രത എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നത്, ഷിൻഡോയെ ഇതിൻ്റെ കിങ് പിന്നാക്കിക്കൊണ്ട്, ഷിൻഡോയെ ഇതിൻ്റെ ഡ്രഗ് മാഫിയ തലവനായിക്കൊണ്ട് കേസ് ഇപ്പം കെട്ടിവെക്കണം. അതിനുള്ള പേയ്മെൻറ്റ് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ഇവരെ മാത്രമല്ല എല്ലാവർക്കും, ഈ പറഞ്ഞ സോക്കോൾഡ് മാധ്യമങ്ങൾക്കും പോലീസിലേക്കും ഒക്കെ ഫണ്ടിങ് എത്തിക്കഴിഞ്ഞു. ഈ കേസ് പിടിച്ചപ്പോൾ തന്നെ ഹെഡ് എത്രയോ കോടികൾ എവിടെയൊക്കെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞെന്നാണ് വാർത്തകൾ, ഇപ്പോഴത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഷിൻഡോ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പ്രകാരം കീർത്തനയുടെ ഒരു കാമുകനായിരിക്കും. ഷിൻഡോ കീർത്തനയുടെ ഒരു ബോയ് ഫ്രണ്ട് ആയിരിക്കും. അതിനൊപ്പം ഈ സാധനം കൊടുക്കുന്നുണ്ടാവും. ഷിൻഡോ ഈ 5 ആൾക്കാരും പേയ്മെന്റ് ഷിൻഡോ കൊടുത്തു നിൽക്കും. ഷിൻഡോ അക്കൗണ്ടന്റ് ആയിക്കൂടെ. ഡ്രഗ്സ് ആയാലും കള്ളക്കടത്തായാലും സ്വർണ്ണക്കടത്തായാലും അതിലൊക്കെ ഒരു ബിസിനസ്സാണ്. ഇത് ചെയ്യുന്നൊക്കെ ഒരു ബിസിനസ്സാണത്. അപ്പോൾ അയാളൊരു അക്കൗണ്ടന്റിനെ വെക്കൂലേ, അല്ലെങ്കിൽ ഒരു സെയിൽസ് ജനറൽ മാനേജറാണ് ഷിൻഡോ. അത്രയേ ഉള്ളൂ ഷിൻഡോ. ഷിൻഡോ എന്നല്ല ഇതിന്റെ ഹെഡ്. ഇത് ജനങ്ങളെ മേത്ത് നിങ്ങൾ പൊടിയിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? ഷിൻഡോ ആണോ ഇതിന്റെ ഹെഡ്? ജസ്റ്റ് പൊടി മാറ്റിയിട്ട് ഇവർ ഷിൻഡോന്റെ മേലെല്ലാം കെട്ടിവെച്ച്, ഷിൻഡോന്റെ മേലെ ആരുമില്ല, ഷിൻഡോ പോലും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാനം ശേഖരിച്ച് കൊണ്ടുവന്ന് നോക്കുന്നു. ആയിക്കോട്ടെ, അത് എവിടുന്ന് വരുന്നു? വേർ ഇസ് ദ സോഴ്സ്? ഇത് ഉണ്ടാക്കുന്നുണ്ടോ? കേരളത്തിൽ ഇതിന്റെ കുക്കിംഗ് ഉണ്ടോ? ഇന്ത്യയിൽ ഇതിന്റെ കുക്കിംഗ് ഉണ്ടോ? ഇത് പുറത്തുനിന്ന് വരുന്ന സാധനമല്ലേ? ഫ്രം വേർ? അതാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ചെയ്യാത്തിടത്തോളം കാലം ചുമ്മാ തൊലിപ്പുറത്തുള്ള ചികിത്സ നടത്തിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള ഒരു സംരംഭം മാത്രമായിട്ട് ഇത് ഒതുങ്ങി പോകരുതെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. നമ്മൾ അറിഞ്ഞ ഇവർ ഇൻസ്റ്റാഗ്രാം വഴി ആൾക്കാരെ നേരിട്ട് ഇൻസ്റ്റാഗ്രാമ പ്രതിനിധി പറയല്ലേ കണ്ടെത്തി ഈ വിതരണം ചെയ്തു എന്നുള്ള കാര്യമായിരുന്നല്ലോ. അപ്പം ഈ ഷിൻഡോയുമായിട്ട് ഇവരെ കണക്ട് ആക്കുന്ന കാര്യം എന്താണ്? മൊബൈൽ ഫോൺ. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിൻഡോ ആണ് യഥാർത്ഥത്തിൽ മൊത്ത വിതരണക്കാരൻ എന്ന് പറയുന്നത് ഷിൻഡോയാണ്. ഷിൻഡോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഷിൻഡോയും മറ്റ് ഏജന്റുകളും ചേർന്ന് വിതരണക്കാരിലേക്ക് എത്തിക്കുന്നു. അതിന് ഇടയിലാണ് ഈ ഇടനിലക്കാർ എന്ന രീതിയിൽ ഈ അധ്യാപികമാർ പ്രവർത്തിക്കുന്നത്. അധ്യാപികമാർ പണം പല ആളുകളിൽ നിന്നും സ്വീകരിക്കുന്നു. അതിന്റെ കമ്മീഷൻ കഴിച്ചുള്ള ബാക്കി തുക അത് ഷിൻഡോയ്ക്ക് നൽകുന്നു, ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആർക്കാണ് എവിടെയാണ് ലഹരി എത്തിക്കേണ്ടത് എന്ന കാര്യവും വാട്സപ്പ് സന്ദേശമായി, അതായത് ഇവർ കൂടുതലായും വാട്സപ്പിനെയാണ് ഉപയോഗിച്ചിരുന്നത്. വാട്സപ്പിൽ തന്നെ കേരളത്തിലതോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നമ്പറല്ല, വിദേശത്തു നിന്നുള്ള സ്വീകരിച്ച നമ്പർ, ആ നമ്പർ ക്രിയേറ്റ് ചെയ്ത് ഒരു വാട്സപ്പ് ഉണ്ടാക്കുന്നു. ആ വാട്സപ്പിലൂടെയാണ് കൂടുതൽ ചാറ്റുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നത്. ചില സമയങ്ങളിൽ, അതായത് ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ സ്കൂൾ സമയങ്ങളിൽ പോലും വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഈ ഷിൻഡോയുമായി വീഡിയോ കോൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയാൽ ആ പണം ഇവരുടെ കമ്മീഷൻ കഴിച്ച് ബാക്കി നേരെ ഷിൻഡോയിലേക്ക് പോകുന്നു. ഷിൻഡോ ജിജിൽ ഉൾപ്പെടെയുള്ള ഏജന്റുമാരെ ഉപയോഗിച്ച് അത് ഡെലിവറി ചെയ്യുന്നു. ആ ഒരു രീതിയാണ് ഈ കാര്യത്തിലെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നതാണ് ആദ്യം ഷിൻഡോയിലേക്ക് ഇവർ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇവർക്ക് പോലീസ് തന്നെ കരുതുന്നത്, അല്ലെങ്കിൽ SIT കരുതുന്നത്, ആദ്യം ഉപഭോക്താക്കൾ എന്ന രീതിയിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിതരണക്കാരനായ ഷിൻഡോയിൽ നിന്നും ചെറുപൊതികൾ ഒരുപക്ഷെ ഇവർ വാങ്ങുകയും ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതിനുശേഷമാകാം പിന്നീട് ഏജന്റ് എന്ന രീതിയിൽ ഷിൻഡോയുമായി സംസാരിക്കുകയും ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകർ എന്ന രീതിയിൽ അത് മറയാക്കി കച്ചവടം നടത്താം എന്ന ഷിൻഡോയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇത്തരത്തിലുള്ള വ്യാപാരത്തിലേക്ക് ഇവർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്തായാലും നിലവിൽ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നമ്മളിപ്പം സമീപകാലത്ത് അപ്പോ മാപ്രകളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഷിൻഡോ ആണ് ഇതിന്റെ ഹെഡ്. ഷിൻഡോ ആണ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തത്. ഷിൻഡോ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഷിൻഡോന്റെ വീട്ടിൽ ഇതിന്റെ കൃഷി ഉണ്ടെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി. ഷിൻഡോ ഇനി കേരള ഡ്രഗിന്റെ ഹെഡ് എന്ന പദവി കൂടി ഷിൻഡോക്ക് നിങ്ങൾ കൊടുത്തിട്ട്, ഷിൻഡോ ആണ് നൈജീരിയൻ ഡ്രഗ് കാർട്ടിൽ, മെക്സിക്കൻ ഡ്രഗ് കാർട്ടിൽ പോലുള്ള വലിയ ഡ്രഗ് കാർട്ടുകളുടെ ഹെഡ് എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഥ പൂർത്തിയായി. ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഷിൻഡോ ഒരു ഡീലർ, ഒരു ഓതറൈസ്ഡ് ഏജന്റ്, സാധനം സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ടീച്ചർമാർ സെയിൽസ്മാൻമാർ. ഓക്കെ, ജോയല് ഒരു പിടിച്ച പയ്യൻ, ഡെലിവറി പയ്യൻ, ഡെലിവറി മാർക്കറ്റിംഗ് ഹെഡ്. ഇതൊരു കമ്പനി പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആരാണ്? ഹൂ ഈസ് ദ ഓണർ ഓഫ് ദിസ് ബിസിനസ്? അത് രാഷ്ട്രീയക്കാരനാണോ? ഏതെങ്കിലും പേരുകെട്ട രാഷ്ട്രീയക്കാരനാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ?
പോലീസിലുള്ള ആൾക്കാർക്ക് എന്താണ് ഫണ്ടിങ്, ഇതിൽ എത്രയാണ് വരുന്നത്? പോലീസ് ഈ പുറമേയുള്ള ആൾക്കാരെ മാത്രം ഓടി പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? പുറമേ നിന്ന് ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ന്യൂസ് ആവും. ഇപ്പൊ ടീച്ചർമാരെ പിടിച്ച് വലിയ വാർത്തയായി, പബ്ലിക് പറയും ഓ പോലീസ് ഗംഭീര വർക്കാ ചെയ്യുന്നെന്ന് പറയും. ഓക്കെ, പക്ഷേ ഇതിന്റെ മുതലാളിമാരിലേക്ക് ഇവർ എത്തൂല. കാരണം മുതലാളിമാരെ പിടിച്ചിരുന്ന കാര്യം, മുതലാളിമാരെ പിടിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു അവാർഡ് കിട്ടാനോ? അതേ സ്ഥാനത്ത് ഈ ഷിൻഡോയും ആൾക്കാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുതലാളി ഡയറക്റ്റ് അല്ലെങ്കിൽ ചില ബ്രോക്കേഴ്സുമായിട്ട് പോലീസുകാരെ ബന്ധപ്പെടും. എന്തിനാ അറിയോ? സാർ ഒരു 50 ലക്ഷം അല്ലെങ്കിൽ സാറിന്റെ പേരിൽ ഇന്നെടുത്ത് ഞങ്ങൾ ഭൂമി വാങ്ങിയ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, സാർ അതൊന്ന് കൈപ്പറ്റണം. ഇത് അങ്ങനെ ഇന്ന ആൾ ചെയ്തെന്നോ അല്ലെങ്കിൽ ഇന്ന പോലീസുകാരൻ ചെയ്തെന്നൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് നമ്മൾ സിനിമകളിൽ കണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം. ഹെഡിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഹെഡിന്റെ ആൾക്കാർ ബന്ധപ്പെട്ട മേഖലയിൽ പണം സപ്ലൈ ചെയ്തുകൊണ്ട് ഒതുക്കി തീർക്കുക, ഇല്ലാണ്ടായി കളിയ കേസിന്. ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി. ഇനിയിപ്പോൾ ഈ വാർത്ത കേട്ട് ഇതിന് കൈയടിക്കുന്ന ജനങ്ങൾ ഒരു സിനിമ കണ്ട പ്രതീതി മനസ്സിൽ വെച്ചാൽ മതി, അതിന്റെ അപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇനി നമ്മുടെ പ്രമുഖരായ വേറൊരു ചാനൽ പറയുന്നതിന്റെ വേറൊരു വർഷം എന്താന്നുള്ളത് കണ്ടോളൂ. വടകരയിൽ BRC അധ്യാപകർ ലഹരി കേസിൽ പിടിയിലായ കേസിൽ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. പേരാമ്പ്ര BRCയിലും സമീപ BRCകളിലും സമിതി അന്വേഷണം നടത്തും. 4 അംഗ സമിതിയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി. ഈ അധ്യാപികമാരുടെ നിയമനം സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ BRCയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഈ കാവ്യയ്ക്കും കീർത്തനയ്ക്കും ഒക്കെ കരാർ പുതുക്കി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 7 വർഷക്കാലത്തോളം ഇങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് ഈ അധ്യാപികമാർ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കരാർ പുതുക്കുന്നതിലടക്കം ആരുടെയെങ്കിലും ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ പരിശോധിക്കും. അതുകൂടി പരിശോധിക്കാൻ വേണ്ടിയാണ് ഒരു ഉന്നതതല സമിതിയെ അന്വേഷണ സംഘമായി വെച്ചിട്ടുള്ളത്. അവർ ഉടൻ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പേരാമ്പ്ര BRCയിൽ മാത്രമല്ല, ഈ അധ്യാപികന്മാരുടെ ഇടപെടലിൽ മറ്റ് BRCയിലുള്ള അധ്യാപകന്മാരും അവരും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ വിശദമായി പരിശോധിക്കും. ഒപ്പം തന്നെ ഈ കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഉടൻ തന്നെ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാവ്യയുടെയും കീർത്തനയുടെയും ഈ വാർത്ത എന്ന് കേട്ടിട്ട് കാര്യമില്ല. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് കേട്ടില്ല? ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്, ഇതാണിപ്പോ നടക്കുന്നത്. ഇവര് ടീച്ചർമാർ ആർക്കൊക്കെ സാധനം കൊടുത്തു, കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ, ടീച്ചർമാർ മറ്റ് മാഷ്മാർക്ക് കൊടുത്തിട്ടുണ്ടോ, ഹെഡ് മാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഹെഡ് ടീച്ചർ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് അന്വേഷണം ഇപ്പൊ നടക്കുന്നത്. അല്ലാതെ ഈ ടീച്ചർമാർക്ക് എവിടുന്ന് ഈ സാധനം കിട്ടി, ഇതിന്റെ ഉറവിട റിവേഴ്സ് മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ റിവേഴ്സ് ജേർണലിംഗ് അല്ല നടക്കുന്നത്. എവിടുന്ന് വന്നു, ഫ്രം വേർ ദിസ് ഒറിജിനേറ്റഡ്, ഇത് ഇല്ലാണ്ടാക്കണം എന്നുള്ള നമ്മുടെ ഏതൊരു കേസിന്റെയും മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശമാണ്. ഇപ്പോൾ ഒരാള് 10 ആളെ കൊന്നു, ഓക്കെ, ഒരു കേസ് എടുത്തോളൂ. അപ്പൊ ആ കോടതി അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി 10 ആളെ കൊന്നു, പ്രഥമ ദൃഷ്ടിയ കാണുന്നുണ്ട്, അവരെ കഴുത്തറുത്തിട്ടോ കത്തിയെടുത്ത് കുത്തിയിട്ടോ കൊന്നു, ഓക്കെ ശരി കൊന്നു. അപ്പോ ഏത് കത്തി, എവിടുന്ന് വാങ്ങിയ കത്തി, കത്തിയുടെ വില എത്ര, കത്തി മൂർച്ച കൂട്ടിയിട്ടുണ്ടോ ഇല്ലേ, പ്രതി അന്ന് രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു, പ്രതിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെ, പ്രതി പഠിച്ച സ്കൂൾ ഏതാണ്, പ്രതി അന്ന് എടുത്ത വസ്ത്രം ഏതാണ്, പ്രതിയുടെ മൊബൈൽ ഫോൺ ഏതാണ്, പ്രതി വാച്ച് ഉപയോഗിക്കാറുണ്ടോ, പ്രതി ജിമ്മിൽ പോകാറുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദ ബേസിക് ക്വസ്റ്റ്യൻ റിമെയിൻസ് ദെയർ വാലിഡ് ഈസ് വൺ തിങ്, വൈ, എന്തിനു കൊന്നു, അല്ലേ, ദ മോട്ടീവ് ബിഹൈൻഡ് ദ ക്രൈം എന്ന് പറഞ്ഞതുപോലെ ടീച്ചർമാർ ഓക്കെ അപ്പുറം ഇപ്പുറം സാധനം സപ്ലൈ ചെയ്തു, ഒരാൾ സപ്ലൈ ചെയ്തു, ഷിൻഡോ ആണ് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നു, ആയിക്കോട്ടെ അംഗീകരിക്കുന്നു, സഫ്വാൻ ഉണ്ട്, ആയിക്കോട്ടെ അംഗീകരിക്കുന്നു. പക്ഷെ കോമൺ മാന്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ അവിടെ കിടക്കുകയാണ്, ഫ്രം വേർ, ഉറവിടം എവിടെ സാറേ, ഇത് എവിടുന്ന് വരുന്നു, ഇത് ഉണ്ടാക്കുന്നതാണോ പോർട്ട് വഴി വരുന്നതാണോ, എത്ര കിലോ കണക്കിന് സാധനമാണ് ഒരു സമയത്ത് സപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇത്ര സാധനം സപ്ലൈ ചെയ്തു, ഇത്ര കോടിയുടെ ബിസിനസ് നടന്നു, ഇത് എവിടുന്നാണ് വരുന്നത്, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണോ, ആരാണ് ഇതിലൊക്കെ അനുമതി പത്രം കൊടുക്കുന്നത്, മൗന സമ്മതം എവിടുന്നാണ് കിട്ടുന്നത്, ഏതൊക്കെ ചെക്ക് പോസ്റ്റാണ് കണ്ണടക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനെ പോട്ടെ സാർ അന്വേഷണം. എന്നിട്ട് ഇതിന്റെ ഹെഡിനെ പിടിക്കട്ടെ, ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ നാളത്തെ ഭാവിയെ സുരക്ഷിതമാക്കൂ.
ഒരു പ്രോഗ്രസീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന, പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സമൂഹം ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ പിടിച്ചു, അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പിടിച്ചു, അവരെ അക്കൗണ്ട് പിടിച്ചു, അവർ കുട്ടികൾക്ക് കൊടുത്തിനോ, ഇവരെ കുടുംബക്കാരൊക്കെ, ഇവരുടെ ഡിവോഴ്സ് ആണോ ഇവരെ കാമുകന്മാരൊക്കെ എവിടെ എത്തുന്നുള്ളത് നമുക്ക് വരും വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.